മിഥുനക്കൂറുകാർക്ക് 2026 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം ഒരു വശത്ത് 10-ലെ ശനി ജോലിയിൽ അമിതഭാരം നൽകുമ്പോൾ മറുവശത്ത് ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അടിമുടി മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുമോ, കണ്ടകശനി ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാക്കുമോ, വിദേശത്ത് പോകാൻ ഈ വർഷം യോഗമുണ്ടോ എന്ന് തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി ഇപ്പോൾ 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഈ കാലയളവിൽ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുമെങ്കിലും നിലവിൽ ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കും. മാത്രമല്ല ജനുവരി മുതൽ ജൂൺ 1 വരെയുള്ള സമയത്ത് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പവും അനാവശ്യമായ സ്ഥലം മാറ്റങ്ങൾ, അലച്ചിൽ എന്നിവയും ഉണ്ടാകും. പക്ഷേ ജൂൺ 2-ാം തീയതി ധനസ്ഥാനത്തിലേക്ക് വ്യാഴം മാറുന്നതോടുകൂടി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറുകയും കയ്യിൽ പണം വരികയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതുമാണ്. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങളെല്ലാം തടസ്സമില്ലാതെ നടക്കുകയും ജന്മവ്യാഴം നൽകിയ മനോവിഷമങ്ങളെല്ലാം മാറുന്നതുമാണ്. 9-ലെ രാഹു വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങളെ നൽകും. 3-ലെ കേതു നിങ്ങൾക്ക് ധൈര്യവും വീര്യവും നൽകും. സോഷ്യൽ മീഡിയ, യൂട്യൂബ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ കാലതാമസമുണ്ടാകും. ജോലി മതിയാക്കിയാലോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. പക്ഷേ ജൂൺ വരെ ക്ഷമിക്കുക. ജൂൺ 2-ന് വ്യാഴം രാശി മാറുന്നതോടുകൂടി ശമ്പള വർധനവോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ ലഭിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 2026-ന്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വരും. എന്നാൽ ജൂൺ മാസം മുതൽ നിങ്ങളുടെ സമയമാണ് വരാൻ പോകുന്നത്. കാരണം ഈ കാലയളവിൽ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും, നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും, ഷെയർ മാർക്കറ്റിൽ നിന്നും ട്രേഡിങ്ങിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കുടുംബജീവിതത്തിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടാകും. എന്നാൽ വ്യാഴമാറ്റത്തിന് ശേഷം കുടുംബത്തിൽ ചിരിയും സന്തോഷവും തിരികെ വരും. വിവാഹം വൈകി നിൽക്കുന്നവർക്ക് മംഗല്യയോഗം തെളിയും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ വർഷത്തിൻ്റെ 2-ാം പകുതിയാണ് അനുകൂലം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മിഥുനക്കൂറുകാർ 2026-ൽ കുറച്ച് ശ്രദ്ധിക്കണം. അലർജി, കഫക്കെട്ട്, വണ്ണം കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം. 10-ലെ ശനി കാരണം മുട്ടുവേദന, നടുവേദന എന്നിവ അലട്ടാം. ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യനില മെച്ചപ്പെടും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026-ന്റെ ആദ്യ പകുതി മിഥുനക്കൂറുകാർക്ക് ഒരു പരീക്ഷണഘട്ടമാണെങ്കിൽ 2-ാം പകുതി വിജയത്തിൻ്റെ സമയമാണ്. ജൂൺ വരെ ക്ഷമയോടെ കാത്തിരുന്നാൽ സാമ്പത്തിക നേട്ടവും കുടുംബസൗഖ്യവും നിങ്ങളെ തേടി വരും. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.